Okay, welcome back to another video of Maths End Game series. അപ്പോൾ ഐ ഹാവ് കം വിത്ത് എ ബ്രാൻഡ് ന്യൂ ചാപ്റ്റർ. നമ്മൾ +2-ലും +1-ലായിട്ടും ഇതുവരെ പഠിച്ചിട്ടില്ലാത്തൊരു ടോപ്പിക്കും കുറച്ച് അത്യാവശ്യം വളരെയധികം ന്യൂ ആയിട്ടില്ല, മുൻപ് പഠിച്ചിട്ടൊരു ഒരു ബേസ് ഇല്ലാത്തൊരു ചാപ്റ്റർ കൂടിയാണ്. And I would like to call it, this is actually a section from multivariable calculus. നമ്മൾ ഇത്ര കാലം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാൽക്കുലസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒറ്റ സിസ്റ്റത്തിലില്ല, ഒറ്റ ഒരു കോർഡിനേറ്റിലൂടെ ഇല്ല. അതായത് ഇപ്പോൾ എക്സ് ആണ് എക്സ് മാത്രം, വൈ ആണ് വൈ മാത്രം. നമ്മൾ ഈ എക്സും വൈയും വെച്ചിട്ട് ഇങ്ങനെ മാറി മാറി ചെയ്യുമായിരുന്നു. ഒന്നുകിൽ ഡി എക്സ് അല്ലെങ്കിൽ ഡി വൈ, അല്ലെങ്കിൽ എക്സ് അല്ലെങ്കിൽ വൈ. പക്ഷേ ഈ മൾട്ടി വേരിയബിൾ കാൽക്കുലസിൻ്റെ പ്രത്യേകത മൾട്ടിപ്പിൾ, അതായത് ഒന്നിൽ കൂടുതൽ വേരിയബിൾസായിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും. അതായത് ഒന്നിൽ കൂടുതൽ, ഇപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എക്സ് മാറുമ്പോൾ വൈ എങ്ങനെ മാറുന്നു, അപ്പോൾ പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് എക്സും വൈയും മാറുന്ന സമയത്ത് വേറൊരു ക്വാണ്ടിറ്റിക്ക് എന്താണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കലി ലൈക്ക് ഇപ്പം പറയുകയാണെങ്കിൽ എക്സ് വൈ ടെൻസ് ടു 0, നമ്മൾ പൊതുവെ ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്ന് പറയുന്നല്ലോ. പക്ഷേ ഇവിടെ എക്സ് വൈ ടെൻസ് ടു 0, അതായത് എക്സും 0-ൽ ടെൻഡ് ചെയ്യാണ്, വൈയും 0-ൽ ടെൻഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ ആ ഒരു ബിഹേവിയറിന് സംഭവിക്കുന്നത്, ഇവിടെ ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ബിഹേവിയറിന് ബേസിക്കലി സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ മൾട്ടി വേരിയബിൾ കാൽക്കുലസിൽ പഠിക്കുന്നത്. അതിൽ തന്നെ മൾട്ടി വേരിയബിൾ കാൽക്കുലസ് എന്നൊക്കെ പറയുന്ന ഒരുപാടുണ്ട് ആക്ച്വലി. അത് ഒരു വലിയ മാത്തമാറ്റിക്സിൻ്റെ വേറെ തന്നെ ഒരു ലോകമാണ്. ഇറ്റ്സ് അനദർ ഡയമെൻഷൻ, ഇറ്റ്സ് അനദർ റെൽം ഓഫ് മാത്തമാറ്റിക്സ്. അത് ഒരുപാട് നമ്മൾ ഹയർ ലെവലിലൊക്കെ നമ്മൾ പഠിക്കുന്ന ടൈമിൽ ഈ നമ്മൾ നോർമലായി ഇൻ്റഗ്രേഷന് ഡിഫറൻസിയേഷനൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം കുറച്ചും കൂടി ഇതുപോലത്തെ മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ആണ് യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ ഇങ്ങനത്തെ ഇല്ല, ഞാൻ ജെയിലും കൂടി കുറച്ചൊക്കെ ഞാൻ പഠിച്ചിരുന്നില്ല, പക്ഷേ എനിക്കൂലും അധിക ടോപ്പിക്സിൽ ന്യൂ ആണ്. കുറച്ചൊക്കെ എനിക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ട്, അത്രയല്ലോ. സോ വിത്ത് മൈ നോളജ് ഓഫ് ജെഇ ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ വാട്ട് എവർ ഐ ക്യാൻ അബൌട്ട് ദിസ്. കാരണം ഞാനും ഒരുപാട് ഡെപ്തിലൊന്നും ഈ ടോപ്പിക് ആക്ച്വലി ജെയിലും ആക്ച്വലി ടോപ്പിക്ക് വളരെ ഡെപ്തിലൊന്നും പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് എനിക്ക് ഇതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്നില്ല. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ടേം കണ്ടിരുന്നില്ല, ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. ഇത് ഇതിനൊക്കെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുക. അതായത് ഈ സാധനം ആക്ച്വലി ഡി ആണ്, പക്ഷേ ഡീന് ഇവിടുത്തെ വരെ എഴുതൂല, അതിൻ്റെ പകരം ഇവിടെ വെച്ചിട്ട് നമ്മളങ്ങ് നിർത്തിക്കളയും. ഇത് കാണാൻ വേറെന്തോ ഒരു സിമ്പിൾ പോലത്തെ ഒക്കെ തോന്നും, പക്ഷേ ഇത് ആക്ച്വലി നമ്മൾ ഡി ബൈ ഡി എക്സ് ആണ്, പക്ഷേ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയാം, പാർഷ്യൽ ഡെറിവേറ്റീവ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആക്ച്വലി വരാനുണ്ട്. ഇതിൻ്റെ ഈ ചാപ്റ്റർ ഓൾമോസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ 12 ടൈപ്പ് വീഡിയോസ്, ഇനി 12 ടൈപ്പ് ഞാൻ തന്നെ ചെയ്യാൻ പോകുന്നുണ്ടാവുക. കാരണം പുതിയ ടോപ്പിക്കായതുകൊണ്ട് ഐ വുഡ് ബി ഹാൻഡിലിങ് ഇറ്റ് മൈസെൽഫ്. സോ 12 വീഡിയോസിൽ ബേസിക് പാർഷ്യൽ ഡെറിവേറ്റീവ് ക്വസ്റ്റ്യൻസ്. ടൈപ്പ് 6 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യണം. അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് തരും. അപ്പോൾ നമ്മളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പക്ഷേ ഡിഫറൻസിയേഷനിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കാരണം ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ട്, ഇവിടെ നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, എക്സ് സ്ക്വയർ ഈക്വൽ ടു 2x ഇങ്ങനെയൊന്നും പറഞ്ഞ് എഴുതാൻ പറ്റില്ല. കുറച്ചും കൂടി ഡിഫറൻസ്, കുറച്ചും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാവുന്ന, കുറച്ചും കൂടി ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ നമുക്ക് അവിടത്തൊക്കെ എത്തുന്നുണ്ട്. പിന്നെന്താ, നമ്മൾ നോർമൽ പഠിക്കുന്ന പോലെ തന്നെ ഇംപ്ലിസിറ്റ്, അതായത് നമ്മൾ ഡിഫറൻസിയേഷനിൽ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ അതേ സാധനങ്ങളിൽ പാർഷ്യലും വരും. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ചെക്കിംഗ്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻ 3 വേരിയബിൾ സിസ്റ്റം, ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് ഒന്ന് ഹിസ്റ്ററി പറയാൻ കാരണം, അല്ല ഇതിനെപ്പറ്റി ഒന്ന് 2 വാക്ക് പറയാൻ കാരണം ഇത് മുൻപൊന്നും കേട്ടിട്ടില്ലാത്ത ടോപ്പിക് ആയിരിക്കും, അതുകൊണ്ടാണ്. പിന്നെ ഇത് ഇൻ്റഗ്രേഷനിലൊക്കെ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ പഠിക്കാനുള്ള ശേഷം ഞാൻ വെറുതെ പറയുകയാണ്. ഇപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഇൻ്റഗ്രൽ, ഏരിയ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ 2 ഇൻ്റഗ്രൽ, വോളിയം ഇൻ്റഗ്രൽ എന്നൊക്കെ പറയുമ്പോൾ 1, 2, 3. ഇതൊക്കെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, അതായത് എഞ്ചിനീയറിംഗ് എടുത്ത ആൾക്കാർക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതായത് ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതെന്താ ചെയ്യുക, അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് വേറെ തന്നെ ഒരു മെത്തേഡ്. അതായത് നമ്മൾ പൊതുവെ ഇങ്ങനത്തെ ഒരു ഇൻ്റഗ്രലൊക്കെ കാണില്ല, അതിൻ്റെ ഒപ്പം ഒന്നും കൂടി വന്ന്, അതിൻ്റെ ഒപ്പം പിന്നെ ഒന്നും കൂടി വന്ന്, ഇങ്ങനത്തെ ഒക്കെ സാധനം കണ്ടു കഴിഞ്ഞാൽ ഇതാണ് വോളിയം ഇൻ്റഗ്രൽ അല്ലെങ്കിൽ 3 വേരിയബിൾ ഇൻ്റഗ്രൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 3 പ്രാവശ്യം നമ്മൾ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ വരും. ഇതാണ് ബേസിക്കലി ദിസ് ഇസ് ലൈൻ ഇൻ്റഗ്രൽ ബേസിക്കലി. കാരണം അത് ഒറ്റ വേരിയബിളിനെ സൂചിപ്പിക്കുന്നില്ല. ഏരിയ എന്ന് പറയുമ്പോൾ 2 എണ്ണായി, 2 എക്സും വൈ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, അപ്പോൾ 2 ഇൻ്റഗ്രൽ. വോളിയം ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ എക്സ് വൈ സെഡ്, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ 3 ഇൻ്റഗ്രലൊക്കെ വന്ന്. ഇതാണ് ബേസിക്കലി നമ്മൾ പറയുന്നത് മൾട്ടി വേരിയബിൾ കാൽക്കുലസിൻ്റെ ലോകം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് എന്നല്ല, ഭയങ്കര ഹാർഡുമാണ്.
അവിടെ നല്ല കുറച്ചും കൂടി അധികം ഹയർ ഓർഡർ ലെവലിലുള്ള ടോപ്പിക്സ്, മാത്തമാറ്റിക്സിൽ ഹയർ ഓർഡർ ലെവലിലെ ടോപ്പിക്സാണ് ഈ മൾട്ടി വേരിയബിൾ കാൽക്കുലസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ മൾട്ടി വേരിയബിൾ കാൽക്കുലസിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഇതിപ്പോൾ മൾട്ടി വേരിയബിൾ കാൽക്കുലസ് എന്നാണ് മെയിൻ ഹെഡിങ്ങിൻ്റെ പേരെങ്കിൽ അതിൽ ഒരു ബ്രാഞ്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന മൊഡ്യൂൾ 3 പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. നമ്മൾ ഡെറിവേറ്റീവ്സിനെ പറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇവിടെ പാർഷ്യൽ ഇൻ്റഗ്രേഷനെ പറ്റി ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. വേറെയും ലിമിറ്റ്സ് ഉണ്ട്, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ എന്നുള്ള ഒരുപാട് അതിൻ്റെ ഓരോ ബ്രാഞ്ചസ് വേറെ കിടക്കുന്നുണ്ട്. നമ്മളതിൽ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് മാത്രമേ പഠിക്കുന്നുള്ളൂ. അത്രയും തൽക്കത്തേക്ക് ഒരു BSc കെമിസ്ട്രി ലെവലിലൊരു കുട്ടിക്ക് ആക്ച്വലി ആ ഒരു ലെവലിൽ ഇപ്പോൾ അതിൻ്റെ നോളജ് ആവശ്യമുള്ളൂ. എന്താണ് കൂടുതൽ ഹയർ ക്ലാസ്സിലെത്തുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ മൾട്ടി വേരിയബിൾ കാൽക്കുലസ് കൂടുതൽ ഡീൽ ചെയ്യണതായിട്ട് വരും. ഇപ്പോൾ തൽക്കത്തേക്ക് ഇത്ര മതി. സോ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് 2 ടൈപ്പ് വീഡിയോസ് ഉണ്ട്. ഞാൻ രണ്ട് ടൈപ്പ് ഓഫ് വീഡിയോസ് വെച്ചിട്ട് കവർ ചെയ്യാനാണ് നോക്കുന്നത്. ഇത് പുതിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്കും ഇത് അറിയില്ലായിരുന്നു ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന പറയുമ്പോൾ ഇതിലില്ല, അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും ഫുള്ളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇതിൽ ആദ്യമൊക്കെ ടോപ്പിക്സിലും കുറച്ച് അൺഓർത്തഡോക്സ് ആണ്. അതായത് കാണാനൊന്നും അത്ര വലിയ സുഖമില്ലാത്ത ടോപ്പിക്സ് ആയിരിക്കും. വലിയ നമുക്കിങ്ങനെ അതൊക്കെ അധികം എക്സാമ്പിൾ പ്രോബ്ലംസ് ആയിരിക്കും. ഈ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ഒന്നും പറയും ചെയ്യാനൊന്നുമില്ല. ഓരോ ക്വസ്റ്റിനും ഓരോ ടൈപ്പ്, അതായത് ഓരോ ടൈപ്പ് തന്നെ ഓരോ സബ് ടൈപ്പ് ഉണ്ട്. അതായത് ഇതിപ്പോൾ ഇപ്പോൾ ഫങ്ഷൻസ് ഓഫ് 2 or more വേരിയബിൾസിൻ്റെ കാറ്റഗറിയിൽ തന്നെ ഒരു എക്സാമ്പിൾ 1 അത് ചെയ്ത്, അതിനുശേഷം പിന്നെ ഗ്രാഫ് ഓഫ് 2 അത് കഴിഞ്ഞ് അതിനുശേഷം ഗ്രാഫ് അത് വേറൊരു എക്സാമ്പിൾ. അങ്ങനെ ഒരു ഓക്കെ അല്ലാത്തൊരു സംഭവങ്ങളാണ് തുടക്കത്തിൽ വരുന്നത്. കുറച്ചൊരു ഹിക്കപ്പ് പോലെ, കുറച്ചൊരു എനിക്കും ഇത് കാണുമ്പോൾ അത്ര വലിയ സുഖം തോന്നില്ല. അത് കുറച്ചൊരു ഞാൻ പറഞ്ഞില്ലേ ഈ ടോപ്പിക്ക് ഇതും ഇവിടുത്തെ ഒരു പോളാർ കോർഡിനേറ്റ് സിസ്റ്റം വരെ അത്ര ഒരു വലിയ ഡ്രൈ ആണ്. അതായത് വലിയൊരു രസമുള്ള ടോപ്പിക്കൊന്നുമില്ല. കുറച്ചും കൂടി നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് ഇവിടുന്ന് മുതൽ തുടങ്ങാം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി സ്ട്രക്ചേർഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് അവിടെ എത്തുമ്പോഴത്തേക്ക് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഡോ എക്സ് ഇതല്ല ഡോ ഇങ്ങനത്തെ എല്ലാം പറയില്ല, ശരിക്കും നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. ഇപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് തന്നെ ഫോക്കസ് ചെയ്യാം. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് നോക്കാം. ഏതായാലും ഞാൻ കുറച്ച് കഥ കത്തിയടിക്കും. കാരണം ഇത് മുൻപ് എടുക്കാത്ത ടോപ്പിക് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നേനെ. പക്ഷേ നമ്മൾ മുൻപ് പഠിച്ച ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും ഒക്കെ മുൻപ് പഠിച്ച എന്തൊക്കെ കാൽക്കുലസ് ഉണ്ടോ അതിൻ്റെയൊക്കെ സെയിം, അതായത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എപ്പോഴും സെയിം ആണ്. നമ്മൾ പഠിക്കുന്ന ലിമിറ്റ് ആയിക്കോട്ടെ, കണ്ടിന്യൂറ്റി, ലിമിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂറ്റി പഠിച്ചിട്ട് നമ്മൾ ഡിഫറൻസിയേഷൻ പഠിച്ചിട്ട് നമ്മൾ ഇൻ്റഗ്രേഷൻ പഠിച്ച്. ഇനി അതിൻ്റെ വേറെ തന്നെ ഒരു തലത്തിലേക്ക് നമ്മൾ പോകുന്നത് പാർഷ്യൽ മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ഓർ പാർഷ്യൽ ഡെറിവേറ്റീവ് മൾട്ടി വേരിയബിൾ കാൽക്കുലസ് മെയിൻ ടോപ്പിക്ക്. അതിൽ നമ്മൾ പഠിക്കാനുള്ളത് മൊഡ്യൂൾ 3 പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. പിന്നെ മൊഡ്യൂൾ 4 ആക്ച്വലി മെട്രിക്സ് ആൽജിബ്രയാണ്. അത് കുറച്ചും കൂടി ഈസിയർ സൈഡിലുള്ള മെട്രിക്സ് ഒക്കെ നമ്മൾ +2 ഏറ്റവും ഈസി ടോപ്പിക് ആയതുകൊണ്ട് ഇത് വലിയ പ്രശ്നമില്ല. ഇതിൽ കുറച്ച് പ്രശ്നമുണ്ട്. ഞാൻ ആദ്യമേ പറയാം, ഇത് അത്ര എളുപ്പമാകാൻ പോകുന്നില്ല. ഇത് ഓരോ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും ഇതിലെടുക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കുറച്ച് വിഷമം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് 2 or more വേരിയബിൾസ്. അതിൻ്റെ കുറച്ച് ഡെഫിനേഷൻ ആക്ച്വലി കുറച്ച് പറയേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഐ നീഡ് ടു ടെൽ സം ഡെഫിനേഷൻസ് ഓൾസോ. കാരണം ഇത് ബ്രാൻഡ് ന്യൂ ചാപ്റ്ററാണ്. എന്താ വർക്കാവാത്ത ഓക്കെ ഡെഫിനിഷൻ. എക്സ് ആൻഡ് വൈ ഇസ് എ റൂൾ ദാറ്റ് അസൈൻസ് എ യുണീക്ക് റിയൽ നമ്പർ f of xy. ഇത് കണ്ടോ, അതായത് സാധനം വർക്കാവുന്നില്ലല്ലോ. f of xy to each point x, y in some set D on an xy plane. xy plane എന്ന് പറഞ്ഞാൽ എന്താ ബേസിക്കലി ഇതാണ് ബേസിക്കലി xy plane. xy 2 dimensional. ഇതാണ് നമ്മൾ എൻ്റെ ഈ ബുക്ക് പോലും ഈ ടേബിളൊക്കെ ഈ പറയുന്ന നമ്മൾ ഏത് പ്ലെയിനിലാണ് കിടക്കുന്നത്, xy പ്ലെയിനിലാണ് കിടക്കുന്നത്. ഓക്കെ, അടുത്ത A function of 3 variables upon the x, y, z is a rule that assigns a unique real number f of x, y, z, x, y, z to each point x, y, z. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഫംഗ്ഷന് ഒരേ ടൈമിൽ തന്നെ എക്സിനും വാല്യൂ ഇട്ട് കൊടുക്കണം, വൈക്കും വാല്യൂ ഇട്ട് കൊടുക്കണം, സെഡിനും വാല്യൂ ഇട്ട് കൊടുക്കണം. ഇൻ സം സെറ്റ് ഡി ഇൻ 3 dimensional സ്പേസ്. 3D എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെയൊരു സ്പേസ് വരും. ഇങ്ങനെയല്ലായിരുന്നോ? പക്ഷെ അങ്ങനെയല്ല. വരക്കുവാം, എവിടെയാണ് വരക്കുവാം? അതായത് ഒന്നും കൂടി വരക്കാം. എക്സ്, വൈ,
സെഡ്. ഇതാണ് ബേസിക്കലി 3D സ്പേസ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരുപാട് നമുക്ക് ഗ്രാഫിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. കുറച്ച് ഗ്രാഫ്സൊക്കെ പുതുതായിട്ട് നമ്മൾ മുൻപ് കണ്ടു പരിചയത്തെ കുറച്ച് ഗ്രാഫൊക്കെ ഒന്ന് ഫെമിലിയർ ആക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് എക്സാമ്പിൾ 1 നോക്കാം. ലെറ്റ്, അതായത് ഞാനിതിൽ എന്താണ് ആദ്യം ഇതെടുത്തിട്ട് എന്നിട്ട് നമുക്ക് ലെവൽ സർഫേസ് ലെവൽ കർവിലേക്ക് വരും. ഇത് രണ്ടാണ് ഞാൻ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. നമുക്ക് ഏതായാലും അതായത് ഇത് ഞാൻ ഇവിടെ ശ്രദ്ധിച്ചില്ല, കാരണം ഇതാണ് ഇതിരുന്നതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക്. അപ്പോൾ ഇത് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ആക്ച്വലി ഞാൻ ഇതിന് വേണ്ടിയിട്ട് റെഫറൻസിന് വേണ്ടിയിട്ട് തന്നെ നോട്ട് ബുക്കും വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. നോട്ട് ബുക്കിലും കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താ, ഈ റൂട്ട് ഓഫ് വൈ പ്ലസ് 1 പ്ലസ് ln x² മൈനസ് വൈ. ഫൈൻഡ് എഫ് ഓഫ് E0 ആൻഡ് സ്കെച്ച് ദ നാച്ചുറൽ ഡൊമൈൻ ഓഫ് എഫ്. നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, റൂട്ട് ഓഫ് വൈ പ്ലസ് 1 പിന്നെ പ്ലസ് ln x² മൈനസ് വൈ. എന്താ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ, എഫ് ഓഫ് E0. ഇവിടെ എന്താ, എക്സിൻ്റെ സ്ഥാനത്ത് ഇ ഉണ്ട്, വൈൻ്റെ സ്ഥാനത്ത് 0 ഉണ്ട്. അപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ആക്ച്വലി സിമ്പിളാണ്. എവിടെയൊക്കെ എക്സ് കാണുന്ന അവിടെയൊക്കെ ഇ കൊടുക്കുക, എവിടെയൊക്കെ വൈ കാണുന്ന അവിടെയൊക്കെ 0 കൊടുക്കുക. സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ റൂട്ട് ഓഫ് വൈ എന്ന് പറയുന്നത് 0 പ്ലസ് 1 പ്ലസ് ln എക്സിൻ്റെ സ്ഥാനത്ത് എന്താ ഞാൻ പറഞ്ഞത്, E², അതായത് ഇ കൊടുക്കുക. അപ്പോൾ ഇൻ്റെ സ്ക്വയർ മൈനസ് വൈൻ്റെ സ്ഥാനത്ത് 0. ഇതെന്താ ഇപ്പം വരിക, റൂട്ട് 1 എന്ന് വരും പ്ലസ് ln എന്ത് വരും, ഇത് E² എന്ന് വരും. അതായത് E² മൈനസ് 0 E² തന്നെ. റൂട്ട് 1 എന്ന് പറയുന്നത് 1 പ്ലസ് ln, അതായത് ഒരു കാര്യം ചെയ്യാം, ഇത് മറ്റേ നമ്മൾ ഏത് റൂള്, ln x⁻n = n ln x, അതായത് ലോഗ് x⁻n = n log x എന്ന് പറഞ്ഞ മാതിരി എന്താ ആ പവർ നമുക്ക് ലോഗിനെ പുറത്തെടുക്കുക. അപ്പോൾ ഈ സാധനം പുറത്ത് വന്ന് അപ്പോൾ എന്താ 2 ln e എന്നായി. 2 അതായത് നമുക്കറിയാം ln e എന്ന് പറയുന്നത് ബേസിക്കലി 1 ആണ്. അപ്പോൾ 1 പ്ലസ് എന്താണ് 2 ഇൻറ്റു ln 1 അല്ല ln e എന്ന് പറയുന്നത് 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2 ഇൻറ്റു 1 ഈക്വൽ ടു 1 പ്ലസ് 2 ഈക്വൽ ടു 3. അതാണ് ആൻസർ. യെസ്, അതാണ് ഫൈനൽ ആൻസർ. ടു ഫൈൻഡ്, ഇതാണ് ബേസിക്കലി ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് E0 കണ്ടുപിടിച്ച് ഇനി സ്കെച്ച് ദ നാച്ചുറൽ ഡൊമൈൻ ഓഫ് എഫ് എന്നാണ് ബേസിക്കലി പറയുന്നത്. അപ്പോൾ എന്താ, ടു ഫൈൻഡ് ദ നാച്ചുറൽ ഡൊമൈൻ ഓഫ് എഫ് വി നോട്ട് ദാറ്റ് root of y plus 1 is defined only when y greater than or equal to minus 1 when while ln x. അതായത് ഇതെന്താണ്, നമ്മളെന്താണ് ഡൊമൈനൊക്കെ നാച്ചുറൽ ഡൊമൈൻ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഇത് നോക്കണം, ഫംഗ്ഷൻ ഏതാ നോക്കണം. ഈ റൂട്ട് ഉള്ളിലില്ലോ, അത് റൂട്ട് ഇവിടെ പുറത്ത് കിടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഫംഗ്ഷൻ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആയിരിക്കണം. അപ്പോൾ y പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. അപ്പോൾ ഇത് അപ്പുറത്തേക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ മൈനസ് 1. ഇതാണ് ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ്. ഇതാണ് ഫസ്റ്റ് നമ്മൾ പാലിക്കേണ്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഇവിടെ ln കൊടുത്തിട്ടുണ്ട്, ln x² മൈനസ് വൈ. അപ്പോൾ ദാറ്റ് മീൻസ് ഇതിൻ്റെ ഉള്ളിലത്തെ ടേം അതായത് കറക്റ്റ് 0 ആവാനും പാടില്ല, പക്ഷേ എന്താണ് നെഗറ്റീവിലോട്ടും പോകാൻ പാടില്ല. പിന്നെ എന്തായിരിക്കണം, ഈ പറയുന്ന ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് x² മൈനസ് വൈ ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 പോലും പറ്റില്ല, കാരണം ln 0 എന്ന് പറയുന്നത് ഡിഫൈൻഡ് അല്ല. സോ x² മൈനസ് വൈ, അതായത് ഈ ടേം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് x² is greater than y or y is less than x². ഈ ഇങ്ങനത്തെ ഒരു ഇതാണ് സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ്. ഇതാണ് നമ്മൾ പാലിക്കേണ്ട സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്. ദസ് ദ നാച്ചുറൽ ഡൊമൈൻ ഓഫ് എഫ് കൺസിസ്റ്റ് all points in the xy plane for which -1 less than or equal to y less than or equal to x². ഇവിടെ കണ്ടോ, y is greater than, ഞാൻ രണ്ട് കൺസ്ട്രെയിൻസ് ഇവിടെ എഴുതാം. y is greater than or equal to -1. ഇതേതാണ് ഫസ്റ്റ് കൺസ്ട്രെയിൻ്റ് എന്ന്, ഏത് നമ്മൾ റൂട്ട് ഓഫ് y പ്ലസ് 1 നമ്മളെടുത്ത കണ്ടീഷന്. പിന്നെ y is less than x², ഇതായിരുന്നു അടുത്ത കണ്ടീഷൻ, സെക്കൻഡ് കൺസ്ട്രെയിൻ്റ് എന്ന്, ഏത് ln x² മൈനസ് വൈ. ഇനി നമ്മൾ രണ്ടും കൂടി കോമ്പൈൻ ചെയ്യുന്ന ടൈം നിങ്ങൾ ആലോചിച്ച് നോക്ക്, y -1 വലുതാണ്, y x² ചെറുതാണ്. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിവിടെ LHS ചെയ്യാനുണ്ട്, RHS ക്യാൻ ഓൾസോ ബി ഇത്. ദാറ്റ് മീൻസ് എന്താ പറയേണ്ടത്, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ x². എനിക്ക് ഇങ്ങനെ എഴുതുന്നതിൽ തെറ്റുണ്ടോ? തെറ്റില്ല, കാരണം ഇതിപ്പോൾ ഈ ഒരു സാധനം ഇതേപോലെ ഫോളോ ചെയ്ത് ഇതിനെനിക്ക് വേണ്ടി തിരിച്ചിട്ട് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y എന്ന് പറഞ്ഞിട്ട് എഴുതാമല്ലോ. കാരണം എന്തായാലും y ഗ്രേറ്റർ, അതായത് y ഇതിനെക്കാട്ടും എന്തായാലും വലുതാണ്. അപ്പോൾ എനിക്ക് വേറെ രീതിയിൽ എഴുതുവാണെങ്കിൽ -1 y-നെക്കാട്ടും ചെറുതാണെന്ന് എഴുതാം. നിങ്ങൾക്ക് പറയുന്ന എത്രത്തോളം മനസ്സിലാണ്ടെന്ന് എനിക്കറിയില്ല. y ഈസ് ഗ്രേറ്റർ ദാൻ, ഇത് ആക്ച്വലി ബേസിക് ഇനീക്വാലിറ്റി സാധനമാണ്. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് പറയുമ്പം എനിക്ക് എങ്ങനെയും ഇതിനെ വേണ്ടിക്ക് വേറെ രീതിയിൽ എങ്ങനെ എഴുതാം,
എന്താണ് വൈ എന്ന് പറയുന്ന ഒരു നമ്പറിനെക്കാട്ടും വലുതാണെങ്കിൽ ആ നമ്പർ വൈനെക്കാട്ടും ചെറുതാണെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ ഈ സൈൻ നമുക്ക് തിരിച്ചിട്ട് ചെയ്താൽ സോ -1 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. പക്ഷേ എന്താ നമുക്കറിയാം വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ. സോ വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇതാണ് വരിക ടു സ്കെച്ച് ദ നാച്ചുറൽ. ഇതാണ് ബേസിക്കലി ഇതാ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ എക്സ് സ്ക്വയർ. To sketch the natural domain, we first sketch the parabola y is equal to x square as a dashed curve and the line y is equal to -1 as a solid curve. ഈ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. The natural domain of f is the region lying above or on the line y is equal to -1. ഇതിപ്പോൾ y is equal to -1 എന്ന് പറയുമ്പോൾ ഈ ഒരു -1 എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഹൊറിസോൺ ഒരു എന്താണ് പാരലൽ ടു എക്സ് ആക്സിസ് പോകുന്ന ലൈന്, പിന്നെ സോളിഡ് കർവ് നാച്ചുറൽ ഡൊമൈൻ എക്സ് സ്ക്വയർ. ഇതിൻ്റെ ആക്ച്വലി ഫിഗർ ഉണ്ടോ? ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബേസിക്കലി ഫിഗർ. -1 കൂടെ പാസ് ചെയ്യുന്ന പോയിന്റ് ഇതാണ് y is equal to -1. ഇതാണ് ബേസിക്കലി y ലെസ് ദാൻ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പാരബോള. അപ്പോൾ എന്താ ഇങ്ങനെ ഡോട്ടഡ് ലൈൻ ഇങ്ങനെ പോയി ഇത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു റേഞ്ച് കാണുന്നുണ്ട്. ഇതാണ് ബേസിക്കലി നമ്മളെ നാച്ചുറൽ ഡൊമൈൻ ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ നാച്ചുറൽ ഡൊമൈൻ. അപ്പോൾ ഇത്രയും ഞാൻ പറയുന്നില്ല ഈ ഒരു വീഡിയോയിൽ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സോ ഞാൻ ഇനി പാർട്ട് 2ലേക്ക് ഞാൻ കിടക്കുവാണ്. ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഇതൊരു വലിയ സുഖമില്ല ടോപ്പിക്കായിട്ടൊന്നും തോന്നുന്നില്ല. ഇത് നിങ്ങൾ കാണുന്നുണ്ടോ എന്താണ് വളരെ ഞാൻ പറയില്ല ഒരു ഫീല് കിട്ടുന്നില്ല. ഒരു മാത്സിൻ്റെ ഒരു ഫീല് കിട്ടുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ കുറച്ച് ഒരു എന്താണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നവരെ കുറച്ചൊരു ടോപ്പിക്ക് എത്തുന്ന ഒരു വിഷമമുണ്ടോ? എനിക്ക് ഈ ഒരു വിഷമമുണ്ട്. കാരണം എന്തോ ഒരു എനിക്കൊരു ശരിക്കും ഒരു മാത്സ് പോലൊരു ടൈപ്പ് നമ്മൾ ശരിക്കും സോൾവ് ചെയ്യുന്ന നോർമൽ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് കുറച്ച് വ്യത്യസ്തമുണ്ട്. അപ്പോൾ പുതിയ ടോപ്പിക്ക് എന്താണ് പുതിയതായിട്ട് പഠിക്കുന്നതും കൂടി ഉണ്ട്. അതിൻ്റെ ഒരു വേറെ വിഷമങ്ങൾ. അതുകൊണ്ട് എനിക്ക് ഇത് സ്കിപ്പ് അടിച്ചിട്ട് പോയനോ എന്നില്ല. എന്താണ് എനിക്ക് വേണ്ടിക്കൽ ഈ ടോപ്പിക്കൽ സ്കിപ്പ് അടിച്ചിട്ട് നേരെ വേണ്ടിക്കൽ ഈ ലിമിറ്റ്സ് എലോങ് ദ കർവ് വെച്ചിട്ട് വേണമെങ്കിൽ തുടങ്ങാം. പക്ഷേ ഇത് വെറും 0 എന്ന് ഞാൻ തുടങ്ങാൻ കാരണം എന്താ, ഇത് ഒരുപാട് ആളുകൾക്ക് ഈ ടോപ്പിക്ക് ഒന്നും ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവില്ല. സോ ഞാൻ എന്താണ് ഫോർ എന്താണ് ടു കൈൻഡ് ഓഫ് അഡ്രസ് ഓൾ ദോസ് കൈൻഡ് ഓഫ് പീപ്പിൾ എന്താണ് ഞാൻ ഈ ഒരു സ്റ്റാർട്ടിങ് ഫ്രം ദ ആബ്സല്യൂട്ട് ബേസിക്സ്. അതുകൊണ്ട് കുറച്ചൊക്കെ നിങ്ങളൊന്ന് ശ്രമിക്കുക. കുറച്ചൊക്കെ ഇതിൽ ഒരു രസമില്ലാത്ത കുറേ ടോപ്പിക്സും കുറേ ക്വസ്റ്റ്യൻസും ഒക്കെയാണ്. കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അങ്ങ് ഇതാണെങ്കിൽ ടോപ്പ് അടിച്ച് കയറാം. ഒന്നും നോക്കണ്ട. ഇപ്പം തൽക്കാലത്തേക്കൊന്ന് ശ്രമിക്കുക. ഇതാണ് ഞാൻ വരച്ച ഒരു ഗ്രാഫ്. ഈ ഒരു ഇടയ്ക്കുള്ളതാണ് ഇതിൻ്റെ നാച്ചുറൽ ഡൊമൈൻ. ഇനി എന്താണ് ഇതിനെ പറ്റിയില്ല ഞാൻ കുറേ ഹിസ്റ്ററിയും കാര്യമൊക്കെ പറഞ്ഞു. ഇതെന്താണ് മൾട്ടി വേരിയബിൾ കാൽക്കുലസ് എന്നല്ലേ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും ചെയ്യാം. മാക്സിമം ഇതുവരെ അതായത് എനിക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് മല മറിച്ചിടാനാവുന്നില്ല. അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ ഡേറ്റ് എഴുതി കണ്ടു. അതായത് ഈ 2 ടോപ്പിക്സ് ഇന്ന് തീർക്കണം, ഈ 2 ടോപ്പിക്സ് നാളെ തീർക്കണം. ഇനി അടുത്ത ശനിയാഴ്ച ഈ 2 ടോപ്പിക്സ് തീർക്കണം. പിന്നെ അടുത്ത ഞായറാഴ്ച ഓഹോ ഇത് മറ്റേ വാലന്റൈൻസ് ഡേ ആണല്ലോ. നമുക്കെന്താ വാലന്റൈൻസ് ഡേ തന്നെ. അപ്പോൾ നമ്മൾ പണ്ടേ സിംഗിൾ ഒരുപാട് ആളുകൾ അതായത് കുറച്ച് വ്യക്തികളൊക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഒന്നും സക്സസ്ഫുൾ ആയിട്ടില്ല. അതുകൊണ്ട് വാലന്റൈൻസ് ഡേ ഒക്കെ പ്രപ്പോസൽസ് ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. പക്ഷേ മാത്സിൽ കുറച്ച് വീഡിയോസ് ഞാൻ മിക്കവാറും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ. എനിക്ക് വേറെ ഒരു പണിയും ഇല്ല. നമ്മളൊക്കെ ആരും പ്രപ്പോസിനൊന്നും വഴിയില്ലപ്പം. അതുകൊണ്ട് ഇത് വാലന്റൈൻസ് ഡേക്ക് ഈ 2 എണ്ണം, പിന്നെ എന്താ പറയുക ബാക്കി 15-ന് ഈ 2 എണ്ണം, പിന്നെ അടുത്തത് 3rd വീക്കിൽ ഈ 2 വീഡിയോസ്, 4th വീക്കിൽ തേർഡ് വീക്കിൽ തന്നെ ഞായറാഴ്ച ഈ 2 വീഡിയോസ്. ഇതാണ് എൻ്റെ പ്ലാന്. സോ വി വിൽ സി. നമ്മളിത് ഇന്ന് തീർക്കും, ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. അതായത് ഈ 2 വീഡിയോസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ഓക്കെ ബാക്ക് ടു ദ സ്റ്റോറി ബാക്ക് ടു ദ വർക്ക്. ലെറ്റ് f of x, y, z equal to റൂട്ട് ഓഫ് 1 - ഇനി ഞാൻ തമാശ പറയാൻ പോകുന്നില്ല. ഞാൻ കുറച്ച് അത്യാവശ്യം വല്ലാണ്ട് തമാശ പറയുന്നുണ്ട്. ഇത്ര തമാശ ആവശ്യമില്ല ഒരു മാത്സിൻ്റെ വീഡിയോയിൽ. ഇനി നമുക്ക് ഇത് ചെയ്യാം. എഫ് ഓഫ് കണ്ടുപിടിക്കണം. 0 1/2 മൈനസ് ഒന്നും ചെയ്യേണ്ട. എക്സിന് 0 ഇട്ട് കൊടുക്കുക, വൈക്ക് 1/2, മറ്റേ സെഡിന് -1/2. റൂട്ട് ഓഫ് 1 - എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 0 സ്ക്വയർ മൈനസ് 1/2ൻ്റെ സ്ക്വയർ മൈനസ് -1ൻ്റെ സ്ക്വയർ. റൂട്ട് ഓഫ് 1 - 0ൻ്റെ സ്ക്വയർ 0 തന്നെ, മൈനസ് 1/2ൻ്റെ സ്ക്വയർ 1/4 മൈനസ് ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം എത്ര വരും? -1/2ൻ്റെ സ്ക്വയർ. അതപ്പോൾ പ്ലസ് ആവുമല്ല. -1/4 + 1/4
ഇവിടെ എനിക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. 1 - 1/4 + 1/4 എന്ന് പറയുന്നത് 1/4 + 1/4 എന്ന് പറയുന്നത് 2/4 അല്ലെങ്കിൽ 1/2 തന്നെ. അതായത് കാലും കൂട്ടി കഴിഞ്ഞാൽ അര കിട്ടും. ക്വാർട്ടർ + ക്വാർട്ടർ = ഹാഫ്. അതായത് ചില ആൾക്കാർക്ക് മനസ്സിലാണ് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ 1 - 1/2 എന്നുള്ളത് അതായത് 1 അര കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ എത്രയാണ് അര തന്നെ. അതായത് 1/2 = 1/√2. ഇതാണ് ബേസിക്കലി ആൻസർ. ഇനി ഇതിന് നമുക്ക് എന്തെങ്കിലും നാച്ചുറൽ ഡൊമൈൻ കണ്ടുപിടിക്കാനുണ്ടോ? യെസ്, നാച്ചുറൽ ഡൊമൈൻസ് കണ്ടുപിടിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്ക്വയർ റൂട്ട്സ് അതായത് അതായത് ഈ ടേം 1 - ഇതിൻ്റെ ഉള്ളിലത്തെ ടേം റൂട്ട് കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ ടേം ഫുള്ളി പോസിറ്റീവ് ആയിരിക്കണം, > 0. ഒരു കാര്യം ചെയ്യുക, ഇത് -x² -y² -z² ഇനി ഇപ്പുറത്തേക്ക് പോട്ടെ. അപ്പോൾ x² + y² അതായത് മൈനസ് ഇപ്പോൾ എല്ലാം അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് മൈനസ് അതിനെല്ലാം പോസിറ്റീവ് ആവും. അപ്പോൾ x² + y² + z² < 1. യെസ്, < 1 കിട്ടി. ഇതെന്താ ബേസിക്കലി ദിസ് ഇസ് എ സ്പിയർ. ഒരു സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2D ഫിഗറാണ്. അത് ജസ്റ്റ് നമ്മളിങ്ങനെ ഇതിപ്പോൾ ഇതൊരു സർക്കിൾ. ഇതാണ് ബേസിക്കലി ഒരു സർക്കിൾ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ബോൾ കൺസിഡർ, എൻ്റെ അടുത്ത് ബോൾ ആക്ച്വലി അല്ലേ ഞാൻ കാണിക്കാനോ. അതായത് നമ്മളൊരു ഫുട്ബോൾ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അതായത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇറ്റ്സ് റൗണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ ഹോളോ എന്ന് പറയുമ്പോൾ പൊള്ളയായിട്ട് കിടക്കുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ മാത്രമാണ്. ഇതൊരു 2D സർക്കിളാണ്. സ്പിയർ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് റൗണ്ട്, ഇറ്റ്സ് എ കംപ്ലീറ്റ് ഒരു 3 ഡയമെൻഷണൽ ഒരു ഫിഗറുമാണ്. അതേപോലെ അതിൻ്റെ ഉള്ളിൽ ഒരു മാറ്ററും ഉണ്ട്. അതായത് കംപ്ലീറ്റ്ലി ഒരു മാറ്ററും ഉണ്ട്. അപ്പോൾ അത് ഉള്ളിൽ പൊള്ളയോ അല്ല, പിന്നെ ഒരു റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ ദാറ്റ് വി കോൾ ഇറ്റ് എസ് എ സ്പിയർ. അത് 3Dയിലാണ് കാണിക്കുക. സർക്കിൾ നമ്മൾ 2Dയിലാണ് കാണിക്കുക. അതാണ് ബേസിക്കലി ഇത് ആക്ച്വലി ഇത് 3D, ഇതൊരു സ്പിയർ. ഈ സാധനം ഇതാണ് 2D എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് എ സർക്കിൾ, ജസ്റ്റ് എ ടിപ്പിക്കൽ സർക്കിൾ. ഇത് നമ്മളൊരു ബോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൗണ്ട് എന്തെങ്കിലും നാരങ്ങേനൊക്കെ കൺസിഡർ ചെയ്യുക. നാരങ്ങേൻ്റെ ഉള്ളിൽ ഒരുപാട് അല്ലെ ഓറഞ്ച് കൺസിഡർ ചെയ്യുക. ഇതിലൊക്കെ ഒരുപാട് ഉള്ളിൽ കണ്ടന്റ് ഉണ്ടല്ലോ, ഇത് നമ്മളെ തിന്നേണ്ട സാധനം. അപ്പോൾ ദീസ് തിങ്സ് വി കോൾ ഇറ്റ് ആസ് എ സ്പിയർ. സോ ദിസ് ഇസ് ബേസിക്കലി എ സ്പിയർ വിത്ത് റേഡിയസ് 1. അതായത് x² + y² + z² = 1 എന്ന് പറയുന്നത് ദിസ് ഇസ് എ സ്പിയർ വിത്ത് റേഡിയസ് അതായത് റേഡിയസ് എന്ന് പറയുമ്പോൾ r² = 1, r = 1 തന്നെ. റേഡിയസ് 1 സ്പിയറാണ് ഇത്. ഓക്കെ, അടുത്ത വി സി ദ നാച്ചുറൽ ഡൊമൈൻ ഓഫ് f കൺസിസ്റ്റ് ഓഫ് ഓൾ ദ പോയിൻറ്റ്സ് ഓൺ ഓർ വിത്തിൻ ദ സ്പിയർ. അതായത് നമ്മളിപ്പോൾ XYZ പ്ലെയിനിൽ ഇങ്ങനെ ഇതിൻ്റെ ഫിഗർ ആക്ച്വലി എവിടെയും കൊടുത്തിട്ടില്ല, അല്ല ഞാൻ കാണിക്കാനോ. അത് കൊടുത്തില്ല. ഒരു XY അതായത് 3Dയിൽ നമ്മളൊരു സ്പിയർ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ, അതായത് എക്സും വൈയും Z ആക്സിസിനെ കട്ട് ചെയ്യുന്ന രീതിയിലൊരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ അതിൽ ഏതെല്ലാം പോയിൻറ്റ്സ് ഉണ്ടോ അതൊക്കെ, അതായത് അതിൻ്റെ ഇടയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിൻറ്റ് അതിൻ്റെ ഇടയിലെല്ലാം എന്തെല്ലാം ഇതൊക്കെ ഒരു പോയിൻറ്റ്സ് ആണ്. ഇതിൻ്റെ ഇടയിൽ ഏതെല്ലാം പോയിൻറ്റ്സ് ഉണ്ടോ അതൊക്കെ നമ്മളെ നാച്ചുറൽ ഡൊമൈനിലുണ്ട്. ഇതിലില്ലാത്ത അതായത് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടാവോ ഇല്ല, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടാവോ ഇല്ല, ഇവിടെ ഒരു പോയിൻ്റ് ഇല്ല. അതാ പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള ഏതെല്ലാം പോയിൻറ്റ്സ് ഉണ്ടോ അതൊക്കെ നാച്ചുറൽ ഡൊമൈൻ ഓഫ് എഫിലുണ്ട്. ഇത് കഴിഞ്ഞ് ഇനി അടുത്ത ഈ ടോപ്പിക്ക് ഇറ്റ്സ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ആക്ച്വലി നമ്മൾ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിന് ആക്ച്വലി റെലവൻസ് ഇല്ല, അല്ലാത്ത ടോപ്പിക്സിനൊന്നും അത്ര റെലവൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ നേരെ എന്ത് ചെയ്യാം, പക്ഷേ ഇതെന്താ ടച്ച് വർക്കാവാത്ത ഈ സാധനം ഞാൻ സ്കിപ്പ് അടിക്കാം. ഓക്കെ, ഗ്രാഫ്സ് ഓഫ് ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ്. അതായത് ഇതിൻ്റെ ഗ്രാഫ് വരക്കണം. ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും അത്ര എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നൊരു ടോപ്പിക്കല്ല. എനിക്ക് ആക്ച്വലി എൻ്റെ ശരിക്കും ഒരു നല്ലൊരു ടോപ്പിക്കിൽ എത്താനെന്നുണ്ട്. ആ ടോപ്പിക്ക് എത്തണ്ടെങ്കിൽ ആദ്യം ലിമിറ്റ് അലോങ് ദ കർവ്സ് വരെയെങ്കിലും മിനിമം എത്തണം. ഇത് ആക്ച്വലി ലെവൽ സർഫേസ് വരെ ഞാൻ ആക്ച്വലി എത്തിയിട്ടില്ല. ഇതിൽ എന്തൊക്കെയും അത്ര സുഖമില്ലാത്ത സാധനങ്ങളപ്പം. f(x, y) ഈ 3ൻ്റെ ഗ്രാഫ് ആക്ച്വലി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഗ്രാഫ് ഒന്ന് നോക്കി നോക്കാം. ഈ ഡിസ്ക്രൈബ് ദ ഗ്രാഫ് ഓഫ്, അതായത് നമ്മളിത് ആക്ച്വലി വരക്കണം എന്നില്ല, നമ്മൾ ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി. ഇത് ഏത് ഗ്രാഫിൽ ഏത് ഷേപ്പിനാണ് സൂചിപ്പിക്കുന്നതെന്ന് എഴുതി കൊടുത്താൽ മതി. f(x, y) = 1 - x-, അതായത് 1/2 എന്ന് പറയുന്നത് y/2. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ എന്താ? വിച്ച് ഇസ് എ പ്ലെയിൻ. എ ട്രയാങ്കുലർ പോർഷൻ ഓഫ് ദ പ്ലെയിൻ ക്യാൻ ബി സ്കെച്ച്ഡ് അവേ പ്ലോട്ടിംഗ് ദ ഇൻ്റർസെക്ഷൻ വിത്ത് ദ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് ജോയിനിങ് ദം വിത്ത് ദ ലൈൻ സെഗ്മെൻറ്റ്സ്. അതായത് നമ്മളൊരു കാര്യം ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ z = 1 - x - y/2. ഒരു കാര്യം ചെയ്യാം, എക്സിന് 0 ഇട്ട് കൊടുക്കുക. z = 1 - 0
അതായത് എക്സും വൈക്കും 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ -0/2. അപ്പോൾ z=1. അപ്പോൾ ഒരു പോയിന്റ് നമുക്ക് കിട്ടി 0,0,1. അത് എവിടെയാണ് പ്ലോട്ട് ചെയ്തത്? 0,0,1 അവിടെ പ്ലോട്ട് ചെയ്ത്. ഇനി ഒരു കാര്യം ചെയ്യുക, z-ന് 0, x-ന് 0, y അവിടെ തന്നെ എടുക്കട്ടെ. 0 = 1 - y/2. y/2 = 1, y = 2. അതായത് 0,2,0 ഈ പോയിന്റ് എവിടെയാണ് വരുന്നത്? ഇവിടെ. അതായത് ജോഡിയായിട്ട് എടുക്കുക. ആദ്യം എക്സും വൈയും 0 ആക്കുക, പിന്നെ എക്സും സെഡും 0 ആക്കുക, പിന്നെ വൈയും സെഡും 0 ആക്കുക. എന്നിട്ട് ആ പോയിന്റ്സ് ഒക്കെ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു 3D ഷേപ്പിലൊരു ട്രയാങ്കിൾ കിട്ടുന്നത് ബേസിക്കലി പറഞ്ഞായിരുന്നു. ഇനി 0 = 1 - x അവിടെ തന്നെ എടുക്കട്ടെ, yക്ക് 0 ഇട്ട് കൊടുക്കുക. ഇത് പോയി. അപ്പോൾ 0 = 1 - x, x = 1. അതായത് 1 0 0. അതെടുത്ത പോയിന്റ് 1 0 0. ഇതാണ് ഇവർ എക്സ് ആക്സിസ്, ഇതാണ് ഇവരുടെ രീതിയിൽ ഇവർ കൺസിഡർ ചെയ്തിരിക്കുന്ന വൈ ആക്സിസ്, ഇതാണ് ഇവർ കൺസിഡർ ചെയ്തിരിക്കുന്ന സെഡ് ആക്സിസ്. അപ്പോൾ ഇതൊക്കെ ഈ പോയിന്റ്സൊക്കെ നമ്മൾ ബേസിക്കലി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്കൊരു ട്രയാങ്കിളാണ് ബേസിക്കലി കിട്ടുന്നത്. ഇതാണ് ബേസിക്കലി. ഇത് ജസ്റ്റ് ഇവിടെ വേർഡ്സിൽ ഇങ്ങനെ ട്രയാങ്കിൾ പോർഷൻ ഓഫ് ദ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുതി കൊടുത്താൽ മതി, ഫുൾ മാർക്ക് കിട്ടും. അടുത്ത ബി ക്വസ്റ്റ്യന്, f(x, y) = 1 - x² - y². ഇതെന്താ വരിക? ബൈ ഡെഫിനിഷൻ നമുക്കൊരു കാര്യം ചെയ്യാം, z ഈ സാധനം നമുക്കൊരു കാര്യം ചെയ്യാം, സ്ക്വയർ റൂട്ട് തട്ടിപ്പോണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? രണ്ട് സൈഡിൽ സ്ക്വയർ റൂട്ട് എടുക്കുക. രണ്ട് സൈഡിൽ സ്ക്വയർ എടുക്കുക. z² ഇതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ രണ്ട് റൂട്ടും സ്ക്വയറും തട്ടിപ്പോയി. 1 - x² - 1. ഈ -x² ഇപ്പുറത്ത് വരട്ടെ, -y² ഇപ്പുറത്ത് വരട്ടെ. അപ്പോൾ x² + y² + z² = 1. ഇത് ഞാൻ മുൻപും പറഞ്ഞ സാധനം തന്നെ. ദിസ് ഇസ് എ സ്പിയർ. ഏത്? വിത്ത് റേഡിയസ് ഈക്വൽ ടു ഇത് ഇവിടെ മുതൽ എടുത്ത മേലെ റേഡിയസ് ഈക്വൽ ടു 1 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാൻ പറ്റൂല? ആ ഒരു സ്പിയർ കൺസിഡർ ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? z = 1 - x² - y² എന്നാണ്. നമുക്ക് ഇത് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് x² + y² + z² = 1. അപ്പോൾ കംപ്ലീറ്റ് സ്പിയർ നമുക്ക് XYZ പ്ലെയിനിൽ കംപ്ലീറ്റ് സ്പിയർ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റൂല. ഇത് ഇത് ഞാൻ എടുക്കുന്ന റെഫറൻസിന് നമുക്ക് ഇവിടെ എക്സും ഇവിടെ വൈയും ഇവിടെ സെഡ് അല്ല, ഇവിടെ വൈ ഇവിടെ എക്സ് സെഡ് അങ്ങനെ ഒന്നും ഒരു പ്രശ്നമില്ല. ഇതിപ്പോൾ ഞാൻ പണ്ട് മുതലേ പഠിച്ചത്, ഇവിടെ ഞാൻ റൈറ്റ് സൈഡിൽ ഞാൻ എപ്പോഴും എക്സ് എടുക്കും, മുകളിൽ ഞാൻ വൈ എടുക്കും, ഇങ്ങോട്ടേക്കുള്ള ഡയറക്ഷൻ സെറ്റ് എടുത്ത് എനിക്ക് ശീലയിലൂടെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അത് നിങ്ങൾ ഇഷ്ടം പോലെ. അത് നമ്മൾ കൊടുക്കുന്ന സൈൻ കൺവെൻഷൻ പിന്നെ തെറ്റിപ്പോകേണ്ടത്, അത്രയേ ഉള്ളൂ. എനിക്കിതാ കംഫർട്ടബിൾ, അതുകൊണ്ട് ഞാനിത് എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇവർ എടുക്കുന്ന കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇവിടെ എക്സും ഇവിടെ വൈയും ഇവിടെ സെഡൊക്കെ എടുക്കുന്നത് അതൊന്നും പ്രശ്നമില്ല. ദാറ്റ് ഡസൻ മാറ്റർ. അതിന് കണക്കായിട്ടില്ല, ജസ്റ്റ് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഗ്രാഫിലൊന്ന് വരുത്തിയാൽ മതി. അപ്പോൾ ഇത് നോക്ക്, ഇവിടെ റൂട്ട് ഇല്ലോണ്ട് തന്നെ ആക്ച്വലി കംപ്ലീറ്റ് അതപ്പോൾ നെഗറ്റീവ് പോർഷൻ വരില്ല. അതായത് ഇത് 0, അതായത് നെഗറ്റീവ് ആയി പോകുന്ന ആ പോർഷൻ ചിലപ്പോൾ കട്ടായി പോകും. അത് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എത്രത്തോളം വിഷ്വലൈസിങ് എബിലിറ്റി ഉണ്ട് ഞാൻ നോക്കട്ടെ. ഇതിന് താഴെയും ഇതിൻ്റെ താഴെയും ഒരുപാട് പോർഷൻ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയും ഇങ്ങനെ ഒരു ഷേപ്പ് വന്നുകൂടെ? പക്ഷെ അതെന്താണ്? കട്ടാണ് ബേസിക്കലി. ദാറ്റ് മീൻസ് റബ്ബർ എടുക്കട്ടെ, പോയി. അപ്പോൾ ഈ പോർഷൻസൊക്കെ ബേസിക്കലി കട്ടാണ്. അതെന്തുകൊണ്ടാണ്? കാരണം ഇവിടെ റൂട്ട് വന്നുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി, അപ്പോൾ ഈ ഹെമിസ്ഫിയർ നമ്മളിപ്പോൾ ഒരു നാരങ്ങനെ രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഒരു പകുതി ഭാഗം ഇങ്ങനെയല്ലേ കിടക്കുക, ഇത് മറ്റേ പകുതി. അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടില്ലേ, ഇതാണ് എക്സ് വൈ സെഡ് ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഈ പോർഷൻ മാത്രമേ, പോസിറ്റീവായ പോർഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നെഗറ്റീവായ താഴോട്ടേക്കുള്ള പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ആ ഫിഗറാണിത്. ഡസ് ഇറ്റ് മേക്ക് സെൻസ്? യെസ്, ഐ തിങ്ക് ഇറ്റ് മേക്ക് സെൻസ്. അപ്പോൾ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. ഇനി f(x, y) അപ്പോൾ ഇതിനെപ്പറ്റി എന്താ എഴുതി കൊടുക്കേണ്ടത്? ഇറ്റ് റെപ്രസെൻസ് എ സ്പിയർ ഓഫ് റേഡിയസ്. ജസ്റ്റ് ഇറ്റ് റെപ്രസെൻസ് എ സ്പിയർ ഓഫ് റേഡിയസ് 1 എന്ന് മാത്രം എഴുതിയാൽ മതി. പിന്നെ ഇമ്പോസസ് ദ ആഡഡ് കണ്ടീഷൻ z > or = 0, ഗ്രാഫ് ഇസ് ജസ്റ്റ് ദ അപ്പർ. അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് കൺസിഡറേഷൻ എത്രയാണ്, അല്ലെങ്കിൽ നമ്മൾ റീജിയൻ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് അപ്പർ ഹെമിസ്ഫിയർ. അതിൻ്റെ അപ്പർ പോർഷൻ മാത്രം, സ്പിയറിൻ്റെ അപ്പർ പോർഷൻ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി. അപ്പോൾ ആ അപ്പർ പോർഷൻ മാത്രമേ കൺസിഡർ ചെയ്യില്ല. എന്തുകൊണ്ടാണ്? ഈ ഒരു കണ്ടീഷൻ കാരണം. z > or = 0 എന്നുള്ള കണ്ടീഷൻ കൊണ്ടാണ് നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യാൻ കാരണം. ഓക്കെ, അടുത്തത് ഇനി എന്താ പറയുക? f(x, y) = -√(x² + y²). ഞാൻ ലെവൽ കർവിൽ എത്തിയിട്ടില്ല. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് അതിന് വൈകുന്നേരത്തെ വീഡിയോയിൽ തന്നെ ചെയ്യാം. ഞാൻ വൈകുന്നേരം കൂടി ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അന്നേരം നമുക്ക് ഇനി ബാക്കി ചെയ്യാം. ഇതും കൂടി പറഞ്ഞിട്ട് ഞാനിത് നിർത്താം. അത് ഞാൻ വേറെ കാണിക്കാം.
സെഡ് ഇസ് ഇക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. വീണ്ടും ഒരു കാര്യം ചെയ്യുക, രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുക. സെഡ് സ്ക്വയർ ഇസ് ഇക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ സ്ക്വയറും ഈ മൈനസും തട്ടിപ്പോവും, പിന്നെ ഈ സ്ക്വയറും റൂട്ടും തട്ടിപ്പോവും. അപ്പോൾ ഇതൊരു -1 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരുന്നു. അപ്പോൾ സ്ക്വയർ എടുക്കുമ്പോൾ ഇതിൻ്റെയും സ്ക്വയർ എടുക്കണം, ഇതിൻ്റെയും സ്ക്വയർ എടുക്കണം, രണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതും കട്ടായിപ്പോയി, അതായത് ഇതും പോസിറ്റീവായി, ഇത് കട്ടായിപ്പോയി. സെഡ് സ്ക്വയർ ഇസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇത് ബേസിക്കലി ഇത് ആക്ച്വലി നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടല്ലോ. ഈ ഷേപ്പ് ബേസിക്കലി ഇറ്റ് ഈസ് എ ഇക്വേഷൻ ഓഫ് എ സർക്കുലർ കോണ്. ഒരു സർക്കിളിനെ നമ്മളിങ്ങനെ ചുരുട്ടിയിട്ടിട്ട് ചുരുട്ടുവന്നല്ല, അതിനെ ഒന്ന് മടക്കിയിട്ടിട്ട് എന്താണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഒരു ആകൃതി ഉണ്ടോ, ആ ഒരു ആകൃതിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു കോൺ കിട്ടും. കോൺ ഐസ്ക്രീം ഒക്കെ കണ്ടിട്ടുണ്ടോ, ഈ ഒരു കോൺ ഐസ്ക്രീം ഇതാണ് ബേസിക്കലി. അതായത് നമ്മൾ എന്നിട്ട് ആ കോണിനെ വീണ്ടും നമ്മൾ എന്താണ് അൺഫോൾഡ് ചെയ്താൽ നമുക്ക് വീണ്ടും ഒരു സർക്കിൾ തന്നെ കിട്ടും. അപ്പോൾ സർക്കിളിനൊന്ന് നമ്മളൊന്ന് മടക്കി കഴിഞ്ഞാൽ അതെങ്ങനെ മടക്കുവാന്നാണ് പറയുന്നത് എനിക്ക് അറിയില്ല. അപ്പോൾ അതിന് ആ രീതിയിൽ നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ, ഞാനീ ആ ഷേപ്പിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബേസിക്കലി എന്താണ്, ഒരു കോണാണ്. കോൺ ഐസ്ക്രീം കഴിച്ചിട്ടില്ല ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് കോൺ ഷേപ്പ് എന്താണെന്ന് അറിയാം, അത് മതി. ഇതാണ് ബേസിക്കലി ഒരു കോണിൻ്റെ ഒരു എന്താണ് ജനറൽ ഇക്വേഷനാണ് എന്താണ് സർക്കുലർ കോണിൻ്റെ കാണിക്കുന്നത്. പിന്നെ അതേപോലെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതായത് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവേണ്ടതായിരുന്നു, കാരണം റൂട്ടില്ല അതുകൊണ്ട്. പക്ഷേ ഇവിടെ ഒരു മൈനസ് ആയിരുന്നു. അപ്പോൾ നമ്മളൊരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ -1 മൈനസ് നെഗറ്റീവ് നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, റൂട്ട്, അതായത് ഇനീക്വലി റിവേഴ്സ് ആവും. അതായത് -1 എന്ന് തന്നെ പറയുന്നല്ലോ, ഒരു നെഗറ്റീവ് നമ്പറിനെ കൊണ്ട് നമ്മൾ ഒന്നിക്കൽ മൾട്ടിപ്ലൈ ചെയ്തോ അല്ലെങ്കിൽ എന്താണ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനീക്വാലിറ്റി വിൽ ഗെറ്റ് റിവേഴ്സ്. അതായത് ഗ്രേറ്റർ ദാൻ വിൽ ബിക്കം ലെസ് ദാൻ വിൽ ബിക്കം ഗ്രേറ്റർ ദാൻ. ആ ഒരു സിമ്പിൾ ബേസിക് ഇനീക്വാലിറ്റീൻ്റെ റൂൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അതെന്തുകൊണ്ടാണ് വരാൻ കാരണം, ഈ ഒരു മൈനസ് കാരണം. അത് ജസ്റ്റ് അതൊന്ന് മൈൻഡിൽ ഓർമ്മിക്കുക. അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പക്ഷേ -1 വന്നതുകൊണ്ട് മാത്രം അല്ല, മൈനസ് ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും ആ മൈനസ് വന്നതുകൊണ്ട് മാത്രം നമ്മൾ എന്താണ് ഇനീക്വലി റിവേഴ്സ്ഡ് ആയിപ്പോയി. അതുകൊണ്ട് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഗ്രാഫ്. അപ്പോൾ എന്താണ് ബേസിക്കലി അതെങ്ങനെയായിരുന്നു ഞാൻ വരച്ച ഫിഗർ ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഫിഗർ വരൂല, ഇതില്ല, ഈ ഒരു പോർഷൻ കണ്ടോ, ഈ താഴത്തെ പോർഷൻ സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഈ ഒരു പോർഷനാണ് ബേസിക്കലി കോണിൻ്റെ വരെ. ഈ ഫിഗറില്ല, അതായത് ഇത്ര ഏരിയ, ഇതാണ് ബേസിക്കലി എന്താണ് ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ എഴുതി കൊടുക്കേണ്ടത്, ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ സർക്കുലർ കോൺ സിൻസ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അത് എന്തുകൊണ്ട് കണ്ടീഷൻ വന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദിസ് ഗ്രാഫ് ഇസ് ജസ്റ്റ് ദ ലോവർ നാപ്പ് അല്ലെ ലോവർ പോർഷൻ ഓഫ് ദ സർക്കുലർ കോൺ. ഇത്ര എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിനിലെ ഫുൾ മാർക്കായി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എന്താ ഇതേനോ ഒന്നില്ലല്ലോ, 1 2 3 യെസ്. ഇനി അടുത്ത എന്താണ്, ഇനി ലെവൽ കർവ്സും ലെവൽ സർഫേസസാണ് പറയാനുള്ളത്. ഇതിന് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം.